ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളൊരു പെസഹ വ്യാഴത്തിൽ കൂടി എത്തി നിൽക്കുകയാണ്. ഈ പെസഹ എന്ന വാക്കിനൊരു ഭീതിപ്പെടുത്തുന്ന ഒരു ചരിത്രമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ദൈവം തൻ്റെ അടിച്ചമർത്തപ്പെട്ട ജനത്തെ രക്ഷിക്കാനായിട്ട് മേലാളന്മാരുടെ ആദിജാതരെ കൊന്നിട്ട് അവർക്കൊരു മോചനം നൽകിയൊരു ദിനത്തിൻ്റെ ഒരു ഓർമ്മയൊക്കെ ആയിട്ട് ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഇത് വായിക്കുമ്പോൾ ഒരു വീരദൈവ സങ്കല്പമൊക്കെ നമ്മുടെ ഉള്ളിൽ വരും, ഒരു ശക്തനായ ദൈവം. പിന്നീട് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇത്രയ്ക്ക് ക്രൂരനാണോ ദൈവം? ആ കൊന്നവരിൽ നിഷ്കളങ്കരായിട്ടുള്ളൊരു മനുഷ്യരൊക്കെ ഉണ്ടാവില്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. വെറുതെ ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കാനായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യമാണ്. അമേരിക്ക അയച്ച ഒരു മിസൈൽ ഇറാനിലെ ആ മിനാബിലെ ആ സ്കൂൾ കെട്ടിടത്തിൽ വീണ് ഒരു 150ഓളം കുട്ടികൾ, പെൺകുട്ടികൾ, പിഞ്ചു കുട്ടികൾ മരിച്ചു. വെറുതെ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കാനൊക്കെ ആയിട്ടും ആലോചിച്ച് നോക്കി. ഈശോ പെസഹയിലൂടെ ആ ഒരു കറവുരണ്ട ചരിത്രം മായ്ച്ചു കളയാനായിട്ട് നോക്കുകയാണ്. മുറിപ്പെടുത്തിയ ഒരു ദൈവത്തിൽ നിന്നും മുറിച്ച് നൽകുന്ന ഒരു ദൈവത്തിലേക്ക് നമ്മുടെ ഒരു ദൈവത്തിൻ്റെ ഒരു വിചാരത്തെ ഉയർത്തുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, അവൻ അപ്പോൾ എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ് നിങ്ങൾക്ക് വേണ്ടി മുറിയപ്പെടുന്നത്. അവൻ പാനപാത്രം എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ് നിനക്ക് വേണ്ടി മുറിയപ്പെട്ടത്, ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. അപ്പോൾ പെസഹ ഇനി നമ്മൾ ഓർക്കുമ്പോൾ, പെസഹയെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരിക്കലും മുറിപ്പെടുത്തിയൊരു ദൈവത്തെ ഓർക്കരുത്. മുറിച്ച് നൽകിയൊരു ദൈവത്തിലേക്ക് നമ്മുടെ ചിന്തകൾ ഉയരണം എന്നുള്ളതാണ്. പെസഹ നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ഒരു കൊച്ചു വിചാരമേ ഉള്ളൂ, ദൈവം ചെയ്തത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ദൈവം എന്താ ചെയ്തത്? അപ്പോൾ ആകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് പെസഹ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് വിശക്കുന്നവന് ഊർജ്ജമാകുന്നവനാണ്. നമ്മുടെ ചുറ്റുമുള്ള വിശക്കുന്നവന് ഒരു ഊർജ്ജമായിട്ട് മാറാനായിട്ട് നമുക്ക് പറ്റുമോ എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യവും തീർച്ചയായിട്ടും അത് പെസഹയോട് ചേർത്ത് ഈശോ തന്നെ ചെയ്തിട്ടുണ്ട്. ശിഷ്യന്മാരുടെ പാദത്തോളം താണിട്ട് അവർ നടന്ന വഴികളൊക്കെ അവൻ ചുംബിച്ച് വിമലീകരിക്കുകയാണ്. കമ്പാഷൻ, അനുകമ്പയാണ് അപ്പമായിട്ട് മാറാനായിട്ടുള്ള ഏറ്റവും നല്ല വഴി എന്നുള്ളത്. ഞാനിങ്ങനെ ഇടപ്പള്ളിയിൽ കാറ്റീസൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെയുള്ളൊരു പുസ്തകത്തിൽ മദർ തെരേസയുടെ ജീവിതത്തിൽ നടന്നു എന്ന് കരുതപ്പെടുന്ന ഒന്ന് വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, മദർ തെരേസ ഒരു ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. യാത്രയുടെ ഇടയ്ക്ക് ഒരു എയർ ഹോസ്റ്റസ് ഒന്ന് ചോദിച്ചു, ഭക്ഷണം കഴിക്കാനായിട്ട് എന്താ വേണ്ടത്? മദർ തെരേസ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ പൈസ എനിക്ക് തിരികെ തരുമോ? എയർ ഹോസ്റ്റസ് വേണ്ടപ്പെട്ടവരോടൊക്കെ ചോദിച്ച് തിരിച്ചു വരുന്നു. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും തിരിച്ചു തരാം. ഇത് കണ്ട് തൊട്ടടുത്തിരുന്ന ആൾ പറഞ്ഞു, എനിക്കും ഭക്ഷണം വേണ്ട, പൈസ മദറിന് കൊടുത്തേക്കും. അന്ന് ആ ഫ്ലൈറ്റിൽ അധികം ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ വായിച്ചത്. മദർ ഫ്ലൈറ്റ് ഇറങ്ങുന്നിടത്ത് ഈ എയർ ഹോസ്റ്റസിനോട് ചോദിക്കും, ഇനി ഈ ഭക്ഷണം നിങ്ങൾ എന്ത് ചെയ്യും? നമുക്കറിയാം, ഫ്ലൈറ്റിലെ ഭക്ഷണം നമ്മൾ പിന്നെ രണ്ടാമത് ഉപയോഗിക്കില്ല, അത് കളയും. അതുകൂടി തന്നേക്കില്ലേ? അതും കൊടുത്ത് അവരുടെ വണ്ടിക്കാണ് മദർ ഈ ഭക്ഷണമൊക്കെ ആയിട്ട് പോയതെന്ന് ഞാൻ ഇത് വായിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ അന്ന് വൈകുന്നേരം എൻ്റെ കാറ്റീസം മിനിസ്റ്റർ കഴിഞ്ഞിട്ട് ഇടപ്പള്ളിയിൽ നിന്ന് ആലുവയ്ക്ക് ഒരു KSRTC ബസ് കയറുന്നത്. ഞാൻ പുറകിലെ സീറ്റിലാണ് ഇരിക്കണേ. പുറകിലെ സീറ്റിൽ എൻ്റെ ഒപ്പം നമ്മളിങ്ങനെ ബംഗാളി എന്ന് പുച്ഛത്തോടൊക്കെ വിളിക്കുന്ന ഒരു ബായിയാണ്. ബായി വല്ലാതെ ക്ഷീണിതനാണ്. വായിൽ നിന്നും വളരെ വല്ലാതെയുള്ള ഒരു ഹാൻഡ്സിൻ്റെ മണം, വേർത്ത് നാറുന്ന മണം സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വേറെ സീറ്റുകളൊന്നും കിട്ടാത്ത കാരണം ഞാൻ ഈ മനുഷ്യൻ്റെ അടുത്തിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉറങ്ങുന്നു, എൻ്റെ തോളത്തേക്ക് വീഴും. എനിക്ക് വല്ലാതെ അരിശവും ദേഷ്യമൊക്കെ തോന്നും. ഞാനിങ്ങനെ തോളും കൊണ്ട് ഇങ്ങനെ പയ്യെ മനുഷ്യനിങ്ങനെ തട്ടി മാറ്റും. വീണ്ടും അയാളിങ്ങനെ ഉറങ്ങി താഴേക്ക് വീഴും. ഞാനിങ്ങനെ വീണ്ടും തട്ടിപ്പൊക്കി മാറ്റും. ഒരു 3-4 വട്ടം ഇങ്ങനെ കഴിഞ്ഞു. എൻ്റെ നിയന്ത്രണം പയ്യെ ഇങ്ങനെ വിട്ടു തുടങ്ങി. പെട്ടെന്നാണ് ഈ മദറിൻ്റെ കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഒരു മനുഷ്യൻ അപ്പാകാനായിട്ട് ഫ്ലൈറ്റൊന്നും കയറണമെന്നൊന്നുമില്ല. പിന്നെ ആ മനുഷ്യൻ കുറച്ച് നേരം എൻ്റെ തോളത്തിങ്ങനെ ചാരി കിടന്നുറങ്ങി. ഞാൻ ആലുവയിലെത്തിയപ്പോൾ ഇറങ്ങി ആ മനുഷ്യൻ അവിടെ തന്നെ. പെസഹ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് അപ്പാകാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യന് ഊർജ്ജമാകാനായിട്ട്, അവനൊരു താങ്ങാകാനായിട്ട്, തന്നെ മുറിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. ഈശോ അപ്പം എടുത്തിട്ട് വാഴ്ത്തി മുറിച്ച് തന്നിട്ട് പാനപാത്രം എടുത്ത് ഉയർത്തി വാഴ്ത്തി നമുക്ക് വിളമ്പി തന്നിട്ട് പറഞ്ഞ ഒരു കാര്യമുള്ളൂ, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ എന്നുള്ളത്. ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മുടെ ചിന്തകൾ ബലിപീഠത്തിലെ കുർബാനയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അതിൽ ചില പാകപ്പിഴകളുണ്ടെന്ന് കരുതുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ ഈശോ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത് തന്നെയാണ്. നിങ്ങൾക്ക് അപ്പാകാൻ പറ്റുമോ? വിശക്കുന്നവന് അപ്പാകാൻ പറ്റുമോ? ആ ചോദ്യത്തിൻ്റെ പല വെർഷൻസായിട്ട്, അല്ലെ, കുടിക്കാൻ ദാഹിക്കുന്നവന് വെള്ളമാകാൻ പറ്റുമോ? ഈ പെസഹ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മളെ തന്നെ മുറിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.